നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ഒക്കെ എഴുതിയതാണ്. Let f of x be a real valued function and a be any point in its domain and then f of x is said to be continuous if മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് f of a is infinite. Second, extends to a, f of x exist ചെയ്യണം. Third one, limit extends to a, f of x equal to f of a ആയിരിക്കും. അപ്പം ഈ മൂന്ന് പോയിന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ മാത്രമേ ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x minus 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റില് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x minus 3 എന്നുള്ള ഇക്വേഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എക്സ് ഈക്വൽ ടു 0 ആദ്യം കാണാം. എക്സ് ഈക്വൽ ടു 0 എഫ് ഓഫ് 0 എടുക്കുന്ന സമയത്ത് എന്താ വരിക, 5 into 0 minus 3. 5 into 0 0. 0 minus 3 equal to minus 3. Then നമ്മൾ അതിന്റെ ലിമിറ്റ് ചെക്ക് ചെയ്യാം. Then limit extends to 0 f of x equal to limit extends to 0 f of x എന്താ മക്കളെ അവിടെ 5x minus 3. അപ്പൊ 5x minus 3. Okay. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 5x minus 3. Then extends to 0 എന്ന് പറയുമ്പോൾ x ന്റെ വാല്യൂ 0 എന്ന് കൊടുക്കും. അപ്പൊ 5 into 0 minus 3 that is equal to minus 3. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും നമുക്ക് എന്താണ് ഈക്വൽ ആണ് അല്ലെ, രണ്ടും -3 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. Therefore it is continuous at x is equal to 0. ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ വാല്യൂല് ആ ഒരു പോയിന്റില് ഫംഗ്ഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യുക. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈസ് കണ്ടിന്യൂസ് എക്സ് ഇസ് ഈക്വൽ ടു 0. മോഡ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് വൺ നമ്മൾ കഴിഞ്ഞ വർഷം പഠിക്കുന്നുണ്ട്, മോഡുലസ് ഫംഗ്ഷൻ എന്താന്ന് പഠിക്കുന്നുണ്ട്. നമുക്കറിയാം മോഡുലസ് എക്സിൽ ഇഫ് എക്സ് ആണെങ്കിൽ, അതായത് മൈനസ് എക്സ് ആണെങ്കിൽ ഇഫ് എക്സ് ലെസ് ദാൻ 0 ആണെന്നും പോസിറ്റീവ് എക്സ് ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നും നമുക്കറിയാം. അപ്പൊ ഈ ഫംഗ്ഷൻ നമ്മൾ ആദ്യം എഴുതി വെക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ കാണാം. അറ്റ് എക്സ് ഈക്വൽ ടു 0യിലാണ് പറയുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0യില് എഫ് ഓഫ് എക്സ് എന്താ മക്കളെ നോക്കൂ, എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0 ഈക്വൽ ടു എന്താണ്, എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടി. ഇവിടെ നോക്കുക, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഉള്ള വാല്യൂസ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇവിടെ എന്ത് ചെക്ക് ചെയ്യണം, അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ള ലിമിറ്റും ചെക്ക് ചെയ്യണം. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ്. 0 മൈനസ് എന്നുള്ളതിന് മൈനസ് എന്നുള്ള സൈന് നൊട്ടേറ്റ് ചെയ്യുന്നത് അത് ലെഫ്റ്റ് സൈഡിലേക്കാണെന്ന് മാത്രമാണ്, നമ്മൾ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ഫംഗ്ഷൻ ഇവിടെ എന്താ മക്കളെ, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, മൈനസ് എക്സ് ആണ്. അപ്പൊ മൈനസ് എക്സ് കൊടുത്തു. ഇനി 0 കൊടുക്കുന്ന സമയത്ത് എന്താ, -0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് കൊടുക്കുക, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യുക. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ്. 0 പ്ലസ് മീൻസ് റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡിലേക്ക് ആകുമ്പോൾ അതായത് ഗ്രേറ്റർ ദാൻ 0, അതെപ്പോഴാ എക്സ് ആണ്. അപ്പൊ എക്സ്, ഈ എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് എന്താ 0. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് ഈക്വൽ ആണ് കിട്ടിയത്. Therefore
LHL equal to RHL. Therefore, the function is continuous at x is equal to 0. Okay. Next question. Next question. Find the value of A and B. Find the value of A and B if f of x equal to 10. If x less than or equal to 3. Next, ax plus b if 3 less than x less than 4. 20 if x greater than or equal to 4. Is a continuous function. Is a continuous function. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, ഇതിൽ എ ആൻഡ് ബി എന്നുള്ള വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ വാല്യൂസ് വരുന്നത് 3ഉം 4ഉം ആണ് അല്ലെ. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യുക. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. 3യിൽ നമുക്ക് ലെസ് ദാനും ഉണ്ട് ഗ്രേറ്റർ ദാനും ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യണം. നോക്കാം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 3 ആവുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ 10 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 3 എന്ത് തന്നെയാണ് 10. ദെൻ ലെഫ്റ്റ് LHL നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. ഫംഗ്ഷൻ ഇവിടെ എന്താ വരുന്നത് നോക്കുക. 3ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഏതാ വാല്യൂ 10. അപ്പം ഇവിടെ നമുക്ക് എക്സ് എന്നുള്ള വാല്യൂ ഇല്ല. എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ കോൺസ്റ്റന്റ് അതായത് 10 ആണുള്ളത്. സോ ആൻസർ ഈക്വൽ ടു 10. ഇനി RHL നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് റൈറ്റ് സൈഡ് 3ന്റെ റൈറ്റ് സൈഡിലേക്ക് അതായത് 3 to 4 വരുന്ന സമയത്ത് ഏതാ വാല്യൂ എ എക്സ് പ്ലസ് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 into a plus b എന്ന് കിട്ടും. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ആൻസർ 3a plus b യും ലെഫ്റ്റ് സൈഡിൽ 10 ആണ് കിട്ടിയത്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് given that the function is continuous. So LHL equal to RHL. That is 3a plus b equal to 10. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4 ചെക്ക് ചെയ്യുക. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 ആവുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്താണ് 20. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 4 ഈക്വൽ ടു എന്താണ് 20 എന്ന് കിട്ടി. ഇനി അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ 4 മൈനസ് എന്ന് പറയുമ്പോൾ 4ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഫംഗ്ഷൻ വരുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് ഫംഗ്ഷൻ എന്താണ് എ എക്സ് പ്ലസ് ബി. ഇനി എക്സിന് 4 എന്ന് പുട്ട് ചെയ്താൽ എന്ത് 4a പ്ലസ് ബി എന്ന് കിട്ടി. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുക, RHL നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് ആ സമയത്ത് ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് പോസിറ്റീവ് ആവുന്ന സമയത്ത് നോക്കുക. റൈറ്റ് സൈഡിലേക്ക് ആവുമ്പോൾ 20 ആണ്. 20 ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനില്ല. സോ ആൻസർ ഈസ് 20. ദെൻ given that the function is continuous. Given that the function is continuous. So LHL equal to RHL. So നമുക്ക് എന്ത് കിട്ടി 4a plus b equal to 20 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം ഈ 2 ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്റെയും ബിന്റെയും വാല്യൂസ് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. സോൾവിങ് 1 and 2. സോൾവിങ് ഇക്വേഷൻ നമ്പർ 1 and 2. അതായത് ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1 സബ്സ്ട്രാക്ട് ചെയ്യുക.
which implies 4a plus b equal to 20 minus equation ഏതാ അടുത്തത് 3a plus b equal to 10. അപ്പം ഈക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 4a ന്ന് 3a ലെസ് ചെയ്യുമ്പോൾ 3a മൈനസ് ബിയും ബിന്ന് ബി സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ചെയ്ത് പോയി 20 മൈനസ് 10 ഈക്വൽ ടു 10. അപ്പൊ എന്റെ വാല്യൂ എന്ത് കിട്ടി 10 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം എന്റെ വാല്യൂ 10 എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നാമത്തെയോ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നോക്കാം put a equal to 10 in equation number 1. അപ്പൊ നോക്കാം 3a plus b equal to 10 ആണ്. അതായത് 3 into 10 plus b equal to 10. 30 plus b equal to 10. That is b equal to 10 minus 30. That is equal to minus 20. അപ്പൊ നമുക്ക് a ന്റെ വാല്യൂ 10 ആണെന്നും b ന്റെ വാല്യൂ minus 20 ആണെന്നും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ f of x equal to kx plus 1 if x less than or equal to 5, 3x minus 5 if x greater than 5. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ഇത് വന്നതുകൊണ്ട് തന്നെ നമ്മൾ LHL ഉം RHL ഉം ചെക്ക് ചെയ്യണം. അപ്പൊ നോക്കാം at x is equal to 5 f of x equal to x is equal to 5 ആകുമ്പോൾ ഏതാ മക്കളെ kx plus 1. അങ്ങനെയാണെങ്കിൽ f of 5 എന്തായിരിക്കും ഈക്വൽ ടു x ന് 5 നോക്കുമ്പോൾ 5k plus 1 എന്ന് കിട്ടി. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുക ലിമിറ്റ് x tends to 5 minus f of x equal to limit x tends to 5 minus 5ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഏതാണ് x plus 1 that is equal to ഇനി x ന് 5 എന്നുള്ള വാല്യൂ കൊടുക്കുന്ന സമയത്ത് 5k plus 1 എന്ന് കിട്ടി. നെക്സ്റ്റ് RHL നോക്കുക limit x tends to 5 plus f of x equal to limit x tends to 5 plus 5ന്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഏതാ വരുന്നത് 3x minus 5. അപ്പൊ 3x minus എന്നുള്ള വാല്യൂ കൊടുത്തു. 3x minus 5 കൊടുക്കുന്ന സമയത്ത് 5 ന്ന് x ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 into 5 minus 5. 3 into 5 15 minus 5 equal to 10. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ f of x equal to കാണാനാണ് ഈ it is a continuous function എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് given that it is continuous, given that the function is continuous, so നമുക്കറിയാം എന്താണ് LHL ഉം RHL ഉം എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. that is 5k plus 1 equal to നമുക്ക് എന്ത് കിട്ടി 10. അങ്ങനെയാണെങ്കിൽ 5k equal to എന്താ 10 plus 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ minus 1. അതായത് 5k equal to 9, k equal to എന്ത് കിട്ടി 9/5. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരുപാട് റിസൾട്ട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, ഡെറിവേറ്റീവ് ഓഫ് 1/x മൈനസ് 1/x സ്ക്വയർ, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. കാരണം നമ്മൾ ഒരുപാട് റിസൾട്ട്സ് എഴുതിയിട്ടുണ്ട്. അത് നന്നായിട്ട് ആദ്യം പഠിക്കുക. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്റ്റ് റൂൾ ആണ്. എന്താ മക്കളെ യു വിയിൽ പറയുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു വി, അതായത് രണ്ട് ഫങ്ഷൻസ് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതായത് u ഇൻറ്റു വി ബൈ ഡി എൻ പ്ലസ് ദെൻ സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ്, അതായത് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്, അതായത് യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് കോഷ്യൻ റൂൾ, അതായത് രണ്ട് ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വരുന്നു. അതായത് ഡെറിവേറ്റീവ് ഓഫ് യു ബൈ വി ഈക്വൽ ടു, ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ഡിനോമിനേറ്റർ എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് നോക്കാം വി ഇൻറ്റു യുവിന്റെ ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും.
അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് sin x into cos x. Find the derivative of sin x into cos x എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം, ഇവിടെ sin x ഉം cos x ഉം രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ u എടുക്കുക, രണ്ടാമത്തതിന് v എന്നും കൊടുക്കാം. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ വരും മക്കളെ? sin x into derivative of cos x plus cos x into derivative of sin x. That is equal to sin x into, what is derivative of cos x? Minus sin x, അല്ലെ? അപ്പൊ minus sin x plus cos x into sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. That is equal to minus sin x into sin x എന്താ? sin square x plus cos x into cos x എന്താ? cos square x. നമുക്ക് ആൻസർ എന്ത് കിട്ടി? sin square x plus cos square x എന്ന് കിട്ടി. Next question. Let y equal to sin x by x. Then find its derivative അല്ലെങ്കിൽ dy by dx എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? y ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് y ന്റെ ഡെറിവേറ്റീവ് dy by dx ഈക്വൽ ടു, നമുക്ക് നോക്കണം, sin x by x എന്ന് പറയുമ്പോൾ കോഷ്യൻ റൂൾ ആണ്. സോ സ്റ്റാർട്ടിങ് x എന്നായിരിക്കണം. അപ്പൊ x into derivative of sin x minus sin x into derivative of x divided by x square. That is equal to x into sin x ന്റെ ഡെറിവേറ്റീവ് cos x minus sin x into x ന്റെ ഡെറിവേറ്റീവ് 1 by x square. That is equal to x cos x minus sin x divided by x square. Okay. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ചെയിൻ റൂൾ ആണ്. അതായത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ കയറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ ഫംഗ്ഷനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് വരണം. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ഡെറിവേറ്റീവ് ഓഫ് sin സ്ക്വയർ പ്ലസ് 5. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്ത് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് ഉള്ള ഫംഗ്ഷൻ ഏത്? അവിടെ സൈൻ ആണ്. അപ്പൊ സൈൻ എക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഫസ്റ്റ് നോക്കാം. അപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. അപ്പൊ അതേപോലെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് എഴുതണം? കോസ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ആരാണ്? എക്സ് സ്ക്വയർ പ്ലസ് 5 അത് എഴുതുക. അതിനുശേഷം അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ എന്താ വന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 5. അതിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ മക്കളെ? 2x. ഒന്നുകൂടി എടുത്ത് എഴുതിയാല് 2x ഇൻറ്റു cos of x square plus 5 എന്ന് കിട്ടും. Okay. Next question. Derivative of cos of sin x. Cos of sin x ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, cos x into sin x ആണ്, രണ്ട് ഫംഗ്ഷൻ ആണ്. അവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ആയിട്ട് അപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ cos of sin x ആണ്, അതായത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് ഇവിടെ വരുന്നത്. ആ ഒരു വ്യത്യാസം നിർബന്ധമായിട്ട് മനസ്സിലാക്കണേ. അപ്പൊ cos of sin x എന്ന് പറയുമ്പോൾ ആദ്യം കോസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ഓഫ് സൈൻ എക്സ്. ബ്രാക്കറ്റിലുള്ളത് വീണ്ടും അങ്ങനെ തന്നെ എഴുതുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിലുള്ള സൈൻ എക്സിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ? കോസ് എക്സ്. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. Okay. Next, differentiate xy plus y square equal to tan x plus y. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് xy plus y square equal to tan x plus y. നമ്മൾ എന്ത് ചെയ്യണം? ടേം ബൈ ടേം ആയിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ. Then x into y. x into y എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് റൂളാ മക്കളെ? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ എന്ത് വരും? x into y ന്റെ ഡെറിവേറ്റീവ് dy by dx
പ്ലസ് വൈ ഇൻറ്റു എക്സ് ഡെറിവേറ്റീവ് 1 പ്ലസ് സെക്കൻഡ് വരിക വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ 2y 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് പ്ലസ് നെക്സ്റ്റ് വീണ്ടും വൈന്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് നമ്മളോട് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നാ പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ ആയിട്ട് എടുത്തെഴുതണം. ആ സമയത്ത് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഒക്കെ ഒരുമിപ്പിച്ചിട്ട് എഴുതാം. അതായത് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ ഉണ്ട് പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും ഈ സൈഡിലുണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട്. റൈറ്റ് സൈഡിലുള്ള ഡി വൈ ബൈ ഡി എക്സിന് എങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇനി റൈറ്റ് സൈഡിലുള്ളത് എന്തൊക്കെയാ സീക് സ്ക്വയർ എക്സ് ഉണ്ട് നോക്കാം വൈ ഇൻറ്റു 1 മീൻസ് വൈ പ്ലസ് വൈ ആ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും മൈനസ് വൈ ദെൻ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി എക്സ് പ്ലസ് 2y മൈനസ് 1 ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് 2y മൈനസ് 1 എന്ന് കിട്ടും. അപ്പൊ ഇതേപോലെ ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ y is equal to let y is equal to sin inverse of 2x by 1 plus x square. Then find dy by dx. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പെട്ടെന്ന് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എക്സിന് വേറൊരു വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Put x is equal to tan theta. Put x is equal to tan theta. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് കിട്ടും theta equal to എന്ത് കിട്ടും tan inverse x എന്ന് കിട്ടും. Put x is equal to tan theta എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ theta equal to എന്താണ് tan inverse x ആണ്. നമുക്ക് വാല്യൂ y is equal to sin of 2 tan theta by 1 plus tan square theta എന്ന് കിട്ടി. That is equal to sin inverse of എന്താ മക്കളെ 2 tan theta by 1 plus tan square theta sin 2 theta അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും sin 2 theta എന്ന് കിട്ടി. sin 2 theta ഇവിടെ ആരൊക്കെ ക്യാൻസൽ ചെയ്തു പോകും sin സൈനും ക്യാൻസൽ ചെയ്താല് 2 theta that is equal to 2 into inverse x. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ റിസൾട്ട്സ് ഇതുപോലെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഏത് റിസൾട്ട് ആപ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് പഠിക്കണേ. ഇക്വേഷൻസ് എഴുതി തന്നിട്ടുണ്ട് നന്നായിട്ട് അത് പഠിക്കാം. അപ്പൊ y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി tan theta എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ yന്റെ ഡെറിവേറ്റീവ് എന്താ dy by dx ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 2 tan theta tan inverse theta that is equal to 2 into derivative of tan inverse theta that is equal to 2 into എന്താ മക്കളെ ഡെറിവേറ്റീവ് ഓഫ് tan inverse 1 by 1 plus x square അല്ലെ. അപ്പൊ ആൻസർ എന്ത് കിട്ടി 2 by 1 plus x square എന്ന് കിട്ടും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ y equal to sin inverse of 2x root of. Next question. Y is equal to sin inverse of 2x into root of 1 minus x square. അപ്പൊ ഇവിടെ നോക്കാം എക്സ് പുറത്തുണ്ട് റൂട്ടിന്റെ ഉള്ളിലുണ്ട്. ആ സമയത്ത് എക്സ് is equal to sin theta കൊടുത്താലേ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. അപ്പൊ നോക്കാം put x is equal to then theta equal to sin inverse x. നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് മാറ്റി y is equal to sin inverse of 2 sin theta into root of 1 minus sin square theta that is equal to sin inverse of 2 sin theta into root minus sin square theta cos square theta that is equal to sin inverse of 2 sin theta into root cancel ചെയ്തപ്പോ cos theta now that is equal to cos of 2 sin theta cos theta means sin 2 theta. ഇവിടെ sin inverse സൈനും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 2 that is 2 into sin inverse എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം നമ്മള് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ dy by dx equal to 2 into sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ -1
that is equal to minus 2 by root of 1 minus x square. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാനാണ്. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് വരും. അതായത് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് എന്താ മൈനസ് 1, അതായത് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. അതായത് ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് തന്നെ, വേറെ ഏതെങ്കിലും നമ്പറോ നെഗറ്റീവോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു 6x എന്താ മക്കളെ, ഇ റേസ് ടു 6x എന്ന് എഴുതാം. എക്സിന്റെ കൂടെ ഏത് നമ്പർ ഉള്ളത് 6, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ആണെങ്കിൽ എന്താ എഴുതേണ്ടത്, ഇ റേസ് ടു മൈനസ് 3x എന്ന് എഴുതാം. ഏത് നമ്പർ മുന്നിൽ വന്ന എക്സിന്റെ -3, അപ്പൊ -3 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഡിഫറൻഷിയേറ്റ് ഇ റേസ് ടു എക്സ് ക്യൂബ്. ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് ക്യൂബിന്റെ എന്തായിരിക്കും, ഇ റേസ് ടു എക്സ് ക്യൂബ് തന്നെ. Question, derivative of sin x. ഇവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്, കോഷ്യൻ റൂൾ. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഡിനോമിനേറ്ററിന്. Derivative of e raised to x minus e raised to x into derivative sin x divided by sin square is equal to sin x into e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x sin x ന്റെ ഡെറിവേറ്റീവ് cos x by sin square x കിട്ടും. Okay, next question. Log of log x. അവിടെ ശ്രദ്ധിക്കണം മക്കളെ, log of log x ആണ്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. പ്രൊഡക്റ്റ് റൂൾ ആണെന്ന് വെച്ചിട്ട് അതിന്റെ റിസൾട്ട് കൊടുക്കരുത്. ഇവിടെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ സമയത്ത് തന്നെ log x ന്റെ ഡെറിവേറ്റീവ് കാണാം. log x ന്റെ ഡെറിവേറ്റീവ് ചെയിൻ ആയിട്ട് വരുന്ന അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് log x is equal to 1 by log x into then derivative of log x എന്താ 1 by x, that is equal to 1 by x log x എന്ന് എഴുതാം. Okay, derivative of cos of log x plus e raised to x. ഇവിടെ നോക്കാം cos of log x plus e raised to x. അപ്പൊ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് log x നും e raised to x നും ഡെറിവേറ്റീവ് കാണണം. ഡെറിവേറ്റീവ് ഓഫ് cos x എന്താ മൈനസ് sin x. അപ്പൊ മൈനസ് sin x ന്റെ സ്ഥാനത്ത് എന്ത് വന്നു, log x plus e raised to x, അത് അങ്ങനെ തന്നെ എഴുതുക. ഇൻറ്റു വീണ്ടും എന്ത് വന്നു, ഡെറിവേറ്റീവ് ഓഫ് log x plus e raised to x എന്ന് എഴുതാം. is equal to minus sin of log x plus e raised to x into ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, log x നും e raised to x നും ഡെറിവേറ്റീവ് കാണണം. അപ്പൊ log x ന്റെ ഡെറിവേറ്റീവ് എന്താ 1 by x plus e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ നമുക്ക് കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. n എന്ന് പറഞ്ഞാൽ അതായത് n log x log a log b. നെക്സ്റ്റ് log a by b എന്ന് പറഞ്ഞാല് log a minus log b. ഈ 3 റിസൾട്ട് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Differentiate cos x into cos 2x into cos 3x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം,
y equal to cos 2x to cos 3x എന്ന് എടുക്കാം. നെക്സ്റ്റ് on both sides taking log on sides. രണ്ട് സൈഡിൽ log എടുക്കാം. log y equal to ഇവിടെ എടുക്കുന്ന സമയത്ത് log of x cos 2x into cos 3x എന്ന് കിട്ടും. പറഞ്ഞ റിസൾട്ട് log a b നെ log a plus log b എന്ന് എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതാം ഇതിനെ log y equal to log cos x plus log cos 2 plus log cos 3x എന്ന് എഴുതാം. Then നമ്മൾ എന്ത് ചെയ്യണം ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം ഡിഫറൻഷിയേറ്റിംഗ് log y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/y dx ഈക്വൽ ടു log cos x എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു log cos x ആണ്. log x into cos x ആണെങ്കിലാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഇത് log cos x എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ log cos x നമുക്ക് എങ്ങനെ എഴുതാം? 1/cos x into derivative of cos x plus log cos 2x 1/cos 2x into derivative of cos 2x plus 1/cos 3x നെ 1/cos 3x into derivative of cos 3x. That is 1/y into dy by dx equal to ഇവിടെ derivative of cos x എന്താ? minus sin x. അപ്പോൾ minus sin x into cos x plus of cos 2x എന്താ? minus sin 2x into വീണ്ടും എന്ത് വന്നു? അവിടെ derivative of 2x ചെയ്യണം. divided by cos 2x plus cos 3x ന്റെ ഡെറിവേറ്റീവ് അതുപോലെ minus sin 3x into derivative of എന്ത് വീണ്ടും വന്നു? 3x കയറി വന്നു. divided by cos 3x. That is 1/y into dy by dx equal to minus sin by cos എന്താ? cot. അപ്പോൾ minus cot x minus ഈ പ്ലസ് മൈനസ് മൈനസ് എഴുതി sin 2x by cos x എന്താ? cot 2x into derivative of 2x എന്ന് പറഞ്ഞാൽ എന്താ? 2 minus sin 3x by cos 3x cot 3x into derivative of 3x 3. നമുക്ക് എന്ത് ചെയ്യണം? dy by dx എഴുതണം. അപ്പോൾ dy by dx എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു 1/y എന്നുള്ള ഡിവിഷനിലെ y നമ്മൾ ഇങ്ങോട്ട് എഴുതുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. മൈനസ് y ഇൻറ്റു മൈനസ് കോട്ട് എക്സ് മൈനസ് 2 കോട്ട് 2x മൈനസ് 3 കോട്ട് 3x എന്ന് കിട്ടി. നമ്മൾ yന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് cos x ഇൻറ്റു cos 2x ഇൻറ്റു cos 3x ഇൻറ്റു മൈനസ് കോട്ട് എക്സ് മൈനസ് 2 കോട്ട് 2x മൈനസ് 3 കോട്ട് 3x എന്ന് കിട്ടും. ഡിഫറൻഷിയേറ്റ് x raised to sin x equal to next question. Differentiate x raised to sin x with respect to x. x ല് x raised to sin x ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. നോക്കുക x raised to sin x എന്നുള്ളത് പവർ ആയിട്ടാണ് വന്നത്. ഈ പവറിനെ താഴേക്ക് ഇറക്കി ഇടണമെങ്കിൽ അവിടെ എന്ത് വേണം? ലോഗരിതമിക് ഇത് റിസൾട്ട് അപ്ലൈ ചെയ്യണം. അപ്പൊ നോക്കുക taking log on both sides. That is y equal to x raised to sin x ആണ്. നമ്മൾ log എടുക്കുന്ന സമയത്ത് എന്ത് വരും? log y equal to log x raised to sin x എന്ന് വരും. അതായത് log y equal to sin x താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എന്താ? sin x into log x. ഇനി എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ നോക്കുക sin x into log x. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്. അപ്പൊ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. log yൻ്റെത് 1/y into dy by dx ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ. അപ്പൊ sin x into of log x plus log x into derivative of sin x. That is equal to sin x into derivative of log x 1/x plus log x into derivative of sin x cos x. ഇങ്ങനെയാണ് നമുക്ക് dy by dx ഈക്വൽ ടു എന്ത് കിട്ടും? y into ഡിവൈഡഡ് ബൈ y നോക്കുമ്പോൾ into y ആവും. y into
sin x by x of x cos x എന്ന് കിട്ടി. ഓക്കെ, then dy by dx equal to നമുക്ക് എന്ത് കിട്ടി? into y ഇങ്ങോട്ട് പോകുമ്പോ ഡിവിഷൻ ഡിവൈഡ് ബൈ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ വരും? into y. അപ്പൊ y into sin x by x log x into cos x കിട്ടി. ദാറ്റ് ഈസ് y ന്റെ വാല്യൂ ഇനി മാറ്റി കൊടുക്കുക. അപ്പൊ x sin x into sin x by x plus log x into cos x എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let y equal to x raised to x minus 2 raised to sin x. ഇവിടെ നമുക്ക് പെട്ടെന്ന് അതായത് ഒരൊറ്റ സ്റ്റെപ്പിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് കാരണം എക്സ് റേസ് ടു എക്സ് ഉണ്ട്, നമുക്ക് പിന്നെ മൈനസ് 2 റേസ് ടു സൈൻ എക്സ് ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ യു വി എന്നായിട്ട് നമ്മൾ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് മാറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം. അതായത് ലെറ്റ് യു ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് എന്ന് കൊടുക്കുക, വി ഈക്വൽ ടു 2 റേസ് ടു സൈൻ എക്സ് എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ y ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടിയത്? യു മൈനസ് വി. നമ്മൾ യുവിന്റെ ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇക്വേഷൻ എ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഡി യു ബൈ ഡി എക്സും കണ്ടെത്തണം, ഡി വി ബൈ ഡി എക്സും കണ്ടെത്തണം. അപ്പൊ ഫസ്റ്റ് നോക്കാം. ലെറ്റ് യു ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. നമുക്കറിയാം പവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ log അപ്ലൈ ചെയ്യണം. Then take log on both sides. That is log u equal to log x raised to x. That is log u equal to log x raised to x. x എന്ത് ചെയ്യും? താഴേക്ക് ഇറങ്ങി വരും. അപ്പൊ x log x. ഇനി എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ log u അതായത് 1 by u into du by d ഈക്വൽ ടു ഇവിടെ എന്ത് റൂളാ? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു അറിയാം, നമുക്കറിയാം ഡിവിഷനിലാണ് യു ഉള്ളത്, അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ്. അപ്പൊ യു ഇൻറ്റു എക്സും എക്സും കട്ട് ചെയ്താൽ 1 log x എന്ന് കിട്ടി. അതായത് ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു യുവിന്റെ വാല്യൂ മാറ്റി കൊടുക്കുക. അതായത് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണം. നെക്സ്റ്റ് ടേക്ക് വി ഈക്വൽ ടു എക്സ് 2 റേസ് ടു സൈൻ എക്സ്. 2 റേസ് ടു സൈൻ എക്സ് എടുക്കുക. Then apply log on both sides. Then log v equal to അതായത് log v equal to sin x താഴേക്ക് ഇറങ്ങി വരും. അപ്പൊ sin x into log 2. Then differentiate ചെയ്യാം. log v ന്റെ ഡെറിവേറ്റീവ് 1 by v into dv by dx equal to. ശ്രദ്ധിക്കുക, sin x into log 2 ആണ്. log 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്ത് sin x ന് മാത്രം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. sin x ഡെറിവേറ്റീവ് എന്താണ്? cos x log 2. അങ്ങനെയാകുമ്പോ dv by dx ഈക്വൽ ടു എന്ത് കിട്ടും? v into cos x into log 2. അതായത് 2 raised to sin x into cos x log 2. Then നമ്മൾ എന്ത് ചെയ്യണം? dy by dx കാണണം. dy by dx നമ്മളോട് എന്താ പറഞ്ഞത്? du by dx plus dv by dx ആണ്. അങ്ങനെ du by dx x raised into 1 plus log x plus dv by dx എന്തായിരുന്നു? 2 raised to sin x into cos x log 2. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ഡെറിവേറ്റീവ് ഓഫ് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്. പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സും വൈയും ഒക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാം. കൂടാതെ ഒരു മൂന്നാമതൊരു പാരാമീറ്ററും കൂടി കയറി വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നോക്കാം, ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? ഫൈൻഡ് dy by dx if x is equal to a cos theta, y is equal to a sin theta. ഇവിടെ നോക്കുക, എക്സും വൈ അത് തീറ്റ എന്നുള്ള പാരാമീറ്ററും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് എക്സിനെ തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം.
അതായത് ഡി എക്സ് ബൈ ഡി തീറ്റ എ ഇൻറ്റു കോസ് തീറ്റന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് സൈൻ തീറ്റ. നെക്സ്റ്റ് ഡി വൈ ബൈ ഡി തീറ്റ വൈനെ തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി വൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റന്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കാണേണ്ടത് എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളതിന് ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം ഡി വൈ ബൈ ഡി തീറ്റ എന്ന് കൊടുക്കണം, ഡിവൈഡഡ് ബൈ പിന്നീടാണ് ഡി എക്സ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ എന്താ എ കോസ് തീറ്റ ബൈ മൈനസ് എ സൈൻ തീറ്റ. ഇവിടെ എ ക്യാൻസൽ ചെയ്തു പോയി, മൈനസ് കോമൺ ആണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാല് കോട്ട് തീറ്റ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question, x raised to 2 by 3 if x raised to 2 plus y raised to 2 by 3 equal to a raised to 2 by 3. Question ഇതാണ്, if x raised to 2 by 3 plus y raised to 2 by 3 equal to a raised to 2 by 3 ആണ്. Find dy by dx. നമ്മൾ എന്ത് ചെയ്യണം dy by dx കാണാൻ നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ റിസൾട്ട് കൊടുക്കണം. അതായത് x raised to n എന്നുള്ള റിസൾട്ട് എന്താ n x raised to n minus 1. ഇത് അവിടെ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x raised to 2 by 3 plus derivative of a raised to 2 by 3 equal to derivative of a raised to 2 by 3. x raised to 2 by 3 നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക 2 by 3 x raised to 2 by 3 minus 1 plus y raised to 2 by 3 അപ്ലൈ ചെയ്യുമ്പോഴോ 2 by 3 y raised to 2 by 3 1 into dy by dx. കാരണം y ആണ് വന്നത്, അപ്പൊ y നെയും കൂടി ഡെറിവേറ്റീവ് കാണണം. into dy by dx equal to കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. then 2 by 3 x raised to 2 by 3 minus 1 by 3 എന്ന് പറഞ്ഞാല് minus 1 by 3 plus 2 by 3 y raised അവിടെയും 2 by 3 minus 1 എന്ന് പറഞ്ഞാല് minus 1 by 3 into dy by dx equal to 0. അതായത് 2 by 3 into y raised to minus 1 by 3 into dy by dx equal to 2 by 3 x raised to minus 1 by 3. രണ്ട് സൈഡിലും 2 by 3 2 by 3 ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ dy by dx equal to നമുക്ക് എന്ത് കിട്ടി x raised to minus 1 by 3 by y raised to minus 1 by 3 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x is equal to a sec theta, y is equal to b tan theta. Find dy by dx. അപ്പൊ നോക്കാം, ആദ്യം തന്നെ dx by d theta കാണാം. a into ഡെറിവേറ്റീവ് എന്താ sec theta tan theta. dy by d theta കാണാം. b into tan theta ന്റെ ഡെറിവേറ്റീവ് sec square theta. then dy by dx കാണാം. dy by dx എങ്ങനെ കാണാം dy by d theta by dx by d theta. അതായത് b sec square theta by a sec theta theta that's equal to ഇവിടെ എന്ത് കട്ട് ചെയ്യും ഒരു sec square ഒരു sec ഉം കട്ട് ചെയ്തു. അപ്പൊ ഇനി നമുക്കുള്ളത് b sec theta by tan theta എന്നാണ്. that is a tan theta that is equal to b by a into sec theta നമുക്ക് 1 by cos theta എന്ന് എഴുതാം. tan theta നമുക്ക് sin theta by cos theta എന്ന് എഴുതാം. ഇവിടെ cos theta cos theta ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 1 by sin theta എന്നാണ്. അതായത് b by a into 1 by sin theta cosec theta. Answer b by a cosec theta. then next question കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നെഗറ്റീവ് സൈൻ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ x equal into cos theta plus theta sin theta, y is equal to x to sin theta minus theta cos theta. Find dy by dx. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ നമ്മൾ dx by dt ആണ്. അതായത് cos theta ഡെറിവേറ്റീവ് എന്താ minus sin theta പ്ലസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. കാരണം തീറ്റയും സൈൻ തീറ്റയും രണ്ട് ഫങ്ഷൻസ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ തീറ്റ ഇൻറ്റു
ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ എന്ന് വരും. മൈനസ് സൈൻ തീറ്റ പ്ലസ് എ ഇൻറ്റു സൈൻ തീറ്റന്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ എന്ന് പറയുമ്പോൾ 1. ഇവിടെ നോക്കാം, മൈനസ് സൈൻ തീറ്റയും പ്ലസ് സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ആൻസർ നമുക്കുള്ളത് എന്താ? എ ഇൻറ്റു എ തീറ്റ കോസ് തീറ്റ. അപ്പം എ തീറ്റ കോസ് തീറ്റ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് y ആണ്. y is equal to a ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി തീറ്റ കണ്ടുപിടിക്കാം. എ ഇൻറ്റു സൈൻ തീറ്റന്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് വീണ്ടും ഇവിടെ എന്ത് വരണം? റൂൾ വരണം. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ആണ്, നമ്മൾ എന്ത് ഇടണം? ഒരു ബ്രാക്കറ്റ് നിർബന്ധമായിട്ടിരിക്കണം. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. തീറ്റ ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ മൈനസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡെറിവേറ്റീവ് 1. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം എ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് തീറ്റ മൈനസ് ഇൻറ്റു മൈനസ് മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഇവിടെ കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് ആൻസർ എ തീറ്റ. ദെൻ നമുക്കറിയാം dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അതിന് dy ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്നാ വരിക. അപ്പം dy ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ എ തീറ്റ സൈൻ തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ എ തീറ്റ തീറ്റ എന്ന് വരും. ഇവിടെ എ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് വരിക ഇനി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പം ഇത്രയാണ് നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻസിൽ പഠിക്കാനുള്ളത്. അതായത് നെക്സ്റ്റ് അതായത് തേർഡ് വേരിയബിളിന്റെ ഫോർമുല ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനും ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിൽ നിന്നും dy ബൈ ഡി എക്സ് കണ്ടെത്തണം. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനാണ്. നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് അറിയാം. കിട്ടിയ ആൻസറിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുന്നത്. അപ്പം അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. If y is equal to a sin x plus b cos x, then prove that d square y by dx square plus y equal to 0. അപ്പൊ നോക്കാം, d square y by dx square എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, then സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. അപ്പൊ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy by dx equal to a into sin x ന്റെ ഡെറിവേറ്റീവ് cos x plus b into cos x ന്റെ ഡെറിവേറ്റീവ് minus sin x. ഒന്നുകൂടി എഴുതാം, a cos x minus b sin x കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് അഗെയിൻ, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? d square y by dx square equal to a into cos x ന്റെ ഡെറിവേറ്റീവ് minus sin x minus b into sin x cos x. രണ്ടിൽ ആര് കോമൺ ആ? മൈനസ് കോമൺ. അപ്പൊ മൈനസിനെ പുറത്തെടുത്താല് a sin x b cos x എന്ന് കിട്ടി. ഇത് എന്ന് പറഞ്ഞാൽ sin x plus b cos x അല്ലായിരുന്നോ? നമുക്കിത് മൈനസ് y എന്നായി. ഈ മൈനസ് y നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പൊ d square y by dx square ഇവിടെ ഉണ്ട്, മൈനസ് y ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് y എന്നാവും ഈക്വൽ ടു 0. y is equal to sin inverse x. Then prove that 1 minus x square into d square y by dx square minus x into dy by dx is equal to 0. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y ന് ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ? dy by dx ഈക്വൽ ടു
സൈൻ ഇൻവേഴ്സ് എക്സിന്റെ എന്താ 1/√(x²). അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് റിസൾട്ടിൽ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ഈ √(1 - x²) നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. √(1 - x² into dy/dx equal to 1 എന്ന് കിട്ടും. Then again ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Again ഡിഫറൻഷിയേറ്റിംഗ് പ്രൊഡക്റ്റ് റൂൾ, അതായത് √(1 - x² ഒരു ഫംഗ്ഷൻ ആണ്, dy/dx ഒരു ഫംഗ്ഷൻ ആണ്. സോ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. x² into dy/dx ന്റെ സ്ക്വയർ, വീണ്ടും ഡെറിവേറ്റീവ് കാണുമ്പോൾ d²y/dx² എന്ന് കിട്ടും. പ്ലസ് dy/dx into എന്തോന്നു ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ, അതായത് √(1 - x² ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1, അതായത് 0. Then √(1 - x² d²y/dx² plus dy/dx into ഡെറിവേറ്റീവ് എന്താ 1/2√x. അപ്പൊ റൂട്ട് ഓഫ് ഇതിന്റെയോ 1/√(1 - x) ഡെറിവേറ്റീവ് ഓഫ് -2x, അതായത് മൈനസ് ഡെറിവേറ്റീവ് 1 - x² എന്ന് വരും. So √(1 - x² into d²y/dx² plus dy നമുക്കറിയാം റൂട്ട്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1/2√x ആ. അപ്പൊ 2x ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യും, അവിടെ ഡെറിവേറ്റീവ് ഓഫ് 1/2x എഴുതി. വീണ്ടും എന്ത് വന്നു, ഡെറിവേറ്റീവ് ഓഫ് 1 - x² എന്ന് പറഞ്ഞാൽ -2x to 0. നോക്കാം, √(1 - x² into d²y/dx² 1/1 - x² into ഈക്വൽ ടു ഇവിടെ -2ഉം 2ഉം ക്യാൻസൽ ചെയ്തു പോയി. നമുക്കുള്ളത് √(1 - x² into d²y/dx² minus x/√(1 - x² into dy/dx equal to 0 എന്നാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, √(1 - x² നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മൾട്ടിപ്ലൈ √(1 - സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കാം, √(1 - x² കൊണ്ട് വീണ്ടും dy/dx ഈക്വൽ ടു 0 എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും അത് ആൻസർ 0 ആണ്. ഇവിടെ √(x into √x) നിങ്ങൾക്ക് അറിയാം വെറും x ആണ്. അതേപോലെ നിങ്ങൾക്ക് എന്ത് കിട്ടി, √(1 - x² into √(1 - x² വെറും 1 - x² എന്ന് കിട്ടി. into d²y/dx² മൈനസ് ഇവിടെ ഇതും ക്യാൻസൽ ചെയ്തു. അപ്പൊ -x into dy/dx ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇതേപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക.